താൻ കുത്തിയ കുഴിയിൽ താൻ തന്നെ വീണിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് സംഘികളുടെ അവസ്ഥ. കോൺഗ്രസിനെ താറടിക്കുന്നതിനു വേണ്ടി കുറെ 2 രൂപ കൂലികളെ കൊണ്ട് കോൺഗ്രസിനെതിരെ അവർ വീഡിയോകൾ പോസ്റ്റ് ചെയ്യിച്ചു. എന്നാൽ കോൺഗ്രസിന്റെ ലീഗൽ സെൽ ഇവർക്കെതിരെ നിയമ നടപടി എടുക്കും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സവർക്കറിന്റെ പിൻഗാമികളാണ് എന്ന് വ്യക്തമായി തെളിയിച്ചു തന്നു. സംഘികൾക്ക് എത്ര തരം താഴുന്നതിനും യാതൊരു നാണവും മാനവുമില്ല എന്ന് വ്യക്തമായി തെളിയിക്കുകയാണ് ഇത്. ഇവർ ഇറക്കിയ ഈ ഫേക്ക് പ്രൊപ്പഗാൻഡയും അതിന് കോൺഗ്രസ് ചുട്ട മറുപടി കൊടുത്തപ്പോൾ സംഭവിച്ചതും നമുക്ക് വ്യക്തമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സഹസ്ര കോടികൾ മുടക്കി AI സമ്മിറ്റ് എന്ന പേരിൽ ഡൽഹിയിൽ മോദി ഗവൺമെന്റ് മോദിയുടെ ഒരു ഇന്റർനാഷണൽ PR വർക്ക് നടത്തി. എന്നാൽ അത് അമ്പാടെ പൊളിഞ്ഞുപോയി എന്ന് മാത്രമല്ല, ലോകം മൊത്തം അതിനെ കളിയാക്കിക്കൊണ്ട് വാർത്തകൾ കൊടുത്തു എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ എത്ര ദയനീയമായി പാളിപ്പോയി ഇത് എന്ന് ഓർക്കണം. അപ്പോഴാണ് അവർക്ക് പിടിവള്ളി പോലെ ഒരു കാര്യം ലഭിച്ചത്. യൂത്ത് കോൺഗ്രസിലെ ചില പ്രവർത്തകർ ഈ സമ്മിറ്റ് എന്ന് പറയുന്ന മോദി PR വേദിയിൽ അവരുടെ ഷർട്ടൂരി രാജ്യത്തെ അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചതിനെതിരെ പ്രകടനം നടത്തി. മോദിയുടെ ബിസ്ക്കറ്റ് തിന്നുന്നവരായ നാട്ടിലെ ഗോധി മീഡിയകളെല്ലാം ഇന്റർനാഷണൽ വേദിയിൽ രാജ്യത്തെ കോൺഗ്രസ് അപമാനിച്ചു എന്ന് പറഞ്ഞ് പ്രൈം ടൈമിൽ 100 കണക്കിന് 1000 ഷോകളാണ് ഇതിനെതിരെ ചെയ്തത്. എന്നാൽ അതൊന്നും അല്പം പോലും ഏശിയില്ല എന്ന് മാത്രമല്ല, അവർക്ക് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധി നേരിട്ട് അവരുടെ സമാധാനപരമായ ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്തപ്പോൾ എല്ലാ അഭ്യാസവും പൊളിഞ്ഞു. അവസാന കൈയായി നാണംകെട്ട BJP ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഇൻസ്റ്റാഗ്രാമിലുള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സിന് ഒരുപക്ഷെ പണം നൽകിയാവാം അവരെ കൊണ്ട് കോൺഗ്രസിനെതിരെ വീഡിയോ ചെയ്യിച്ചു. ഏതാണ്ട് 60-ലധികം ആളുകളാണ് ഒരേ സ്ക്രിപ്റ്റുമായി ഇതുപോലെ വീഡിയോ ചെയ്തത്. എൻ്റെ 99% വിശ്വാസവും BJP പണം കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് തന്നെയാണ്. പക്ഷേ അതിന് എനിക്ക് തെളിവില്ല. എനിവേ, ഇവർ എല്ലാവരും ചെയ്ത വീഡിയോ എന്താണ് എന്ന് അറിയാമോ? കോൺഗ്രസിൽ നിന്നും ഇവർക്ക് ഓഫർ ലഭിച്ചു. 10,000, 15,000, 25,000, 50,000 രൂപ വീതം ഇവർക്ക് കൊടുക്കാം. മോദിയുടെ AI സമ്മിറ്റ് പരാജയമായിരുന്നു, പൊളിഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതിന് എന്ന്. എല്ലാവരുടേതും ഒരേ സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇവർ എല്ലാവരും കോൺഗ്രസ് ഇവർക്ക് കാശ് കൊടുക്കാം എന്ന് പറഞ്ഞു, ഇങ്ങനെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ഫേക്ക് മെസ്സേജുകൾ ഉണ്ടാക്കി കാണിച്ചു. 1.5 ലക്ഷം രൂപ വരെ ഓരോ വീഡിയോയ്ക്ക് കൊടുക്കാമെന്ന് ഇവരോട് ഓഫർ ചെയ്തു എന്നാണ് അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ ഇവർ എല്ലാവരും ചെയ്ത ഈ വീഡിയോയിൽ ഇങ്ങനെ ഓഫർ വന്നു എന്ന് പറയുന്ന നമ്പർ ഇവർ ബ്ലാക്ക് ഔട്ട് ചെയ്യുകയാണ് ചെയ്തത്. कांग्रेस पार्टी इतनी बेकार पार्टी है, कांग्रेस शायद इससे नीचे नहीं गिर सकती। यार आप थोड़ी बुराई कर दो AI समिट की कि कितना घटिया मिसमैनेजमेंट। AI समिट को बदनाम करके एक वीडियो बना दो। मुझे भी एक बढ़िया रेट ऑफर हुआ। मुझे 1.5 लाख दिया जा रहा था एंटी नेशनल वीडियो बनाने के लिए। लिटरली ये मैसेज आया और इसके बाद कॉल भी आया है कि क्या आप हमारे लिए एक वीडियो बना सकते। जितनी लोगों की सैलरी नहीं होती ना, उससे ज्यादा मुझे पैसा ऑफर किया गया। 25,000 रुपए कीमत लगाई गई है मेरी देश बेचने की। कांग्रेस क्रिएटर्स को पैसे ऑफर कर रही है ये कैंपेन कराने के लिए कि जो इंडिया में AI समिट हुआ था वो किसी काम का नहीं था। भाई रिसेंटली दिल्ली में हुए AI समिट को लेके मुझसे एक PR टीम कांटेक्ट करती है और कहती है कि मुझे बस एक वीडियो बनाना है जिसमें AI समिट को एक फेलियर बताना है और उसको डिफेम करना है। കോൺഗ്രസ് ഇങ്ങനെ ഇവർക്ക് ഓഫർ കൊടുത്തെങ്കിൽ വ്യക്തമായി ഏത് നമ്പറിൽ നിന്നാണ് ഈ മെസ്സേജ് വന്നത് എന്ന് കാണിച്ചുകൊണ്ടായിരിക്കണമല്ലോ 2 രൂപ കൂലികൾ ചെയ്യേണ്ടത്. എന്ന് മാത്രവുമല്ല, ഇതെല്ലാം BJPയുടെ 2 രൂപ കൂലികളായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ചെയ്ത ചില ആളുകളുടെ മുഖങ്ങളാണ് ഇത്. കോൺഗ്രസ് ഇവരോട് പറഞ്ഞു രാജ്യത്തെ വിൽക്കണമെന്ന്, AI സമ്മിറ്റിനെതിരെ വീഡിയോ ചെയ്യണമെന്ന്. ചിലർ അവകാശപ്പെട്ടത് അവർക്ക് 1.5 ലക്ഷം രൂപ ഓഫർ ചെയ്തു. ചിലർ പറഞ്ഞത് 25,000 ഓഫർ ചെയ്തു. किसी को 1.5 लाख, किसी को 50,000, तो किसी को कहा जितना चाहे उतना पैसा मिलेगा। मतलब कांग्रेस की PR टीम अप्रोच करती है कहते हुए कि आप ऐसे ऐसे AI समिट के बारे में ये 2 पॉइंट्स हैं, इन पे बना दीजिए। 55,000 रुपए कीमत है मेरी और AI समिट की। और मुझे तो लगता था कि देश को बदनाम करने की कीमत 20 लाख, 50 लाख या करोड़ रुपए होगी, लेकिन विपक्ष ने इसकी कीमत मात्र 80,000 रुपए लगाई। हम आपको पैसे देंगे और आपको भला बुरा कहना है, आपको बोलना है कि AI समिट किस तरीके से फ्लॉप हुआ। कल रात मेरे पास कांग्रेस PR टीम का एक DM आता है जहां पर वो कहते हैं कि मुझे समझ नहीं आता है कि कांग्रेस और कितना ज्यादा गिरे। ഓർക്കണം, ഇതിൽ പെണ്ണുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്ന് നമ്മൾ സാധാരണയായി പ്രതീക്ഷിക്കും.
ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾക്ക് ഒരു മര്യാദയുണ്ട്, അല്പം കൂടി അന്തസ്സുണ്ട് എന്ന്. എന്നാൽ സംഘികളാകുമ്പോൾ എല്ലാം ഒരേ തരത്തിൽപ്പെട്ടതാണ്. അന്തസ്സും മാന്യതയും വിവരവും തൊട്ടു തീണ്ടിയിട്ടില്ല. ഇങ്ങനെ കോൺഗ്രസിനെ അപമാനിക്കാൻ വേണ്ടി ഈ 2 രൂപ കൂലികൾ ഇല്ലാത്ത ഓഫറിന്റെ പേര് പറഞ്ഞ് വീഡിയോകൾ ചെയ്തപ്പോൾ അവർ വിചാരിച്ചു അത് മാസ്റ്റർ സ്ട്രോക്ക് ആയിരിക്കും എന്ന്. ഇന്ത്യയിലെ ഗോദി മീഡിയകൾ പോലും ഇത്തരം ഫേക്ക് സംഖ്യകൾ പോസ്റ്റ് ചെയ്ത കാര്യം പ്രൈം ടൈമിൽ ഡിബേറ്റ് ചെയ്യുകയാണ്. നവിക കുമാറിന്റെ ടൈംസ് നൗ ഒരു പടി കൂടി കടന്ന് എക്സിൽ ഒരു പോൾ ഇതിനെക്കുറിച്ച് ഇട്ടു. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ അതിന് ലഭിച്ച പ്രതികരണം കണ്ട് ആ പോൾ തന്നെ അവർ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അത്രയ്ക്ക് നാണം കെട്ടവരാണ് നാട്ടിലെ ഗോദി മീഡിയകൾ. അവരുടെ പോളിലെ ചോദ്യം, ഇന്ത്യയെ അപമാനിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് പണം കൊടുത്തോ? വോട്ട് ചെയ്യൂ, പിന്നെ ഈ ഫോൺ നമ്പറിൽ വിളിച്ച് ലൈവായി പോൾ ചെയ്യൂ. അവരുടെ പോളിന് ലഭിച്ച പ്രതികരണം കണ്ടോ? 85.1% പേർ പറഞ്ഞത് കോൺഗ്രസ് പണം നൽകിയിട്ടില്ല എന്ന്. നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ മൊത്തമുള്ള 12.4% സംഖ്യകൾ മാത്രം. ഉടനെ തന്നെ അവർ പോൾ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ സംഭവിച്ചത്. ഓർക്കണം, ഇവരൊന്നും ആരാണ് ഓഫർ ചെയ്തത്, ഏത് നമ്പറിൽ നിന്നാണ് വന്നത് എന്നുള്ളത് കാണിക്കുന്നില്ല. മറിച്ച് അവർക്ക് കിട്ടിയ സ്ക്രിപ്റ്റ് അനുസരിച്ച് ലങ്കോട്ടിയ യൂണിവേഴ്സിറ്റിയിലെ ചൈനീസ് പട്ടിയെ പോലെ കുരയ്ക്കുകയാണ് ചെയ്തത്. ഇവർക്കെതിരെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ലീഗൽ സെൽ അന്ത്യശാസനം കൊടുത്തു. അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. കോൺഗ്രസിനെതിരെ കോഓർഡിനേറ്റഡ് ആയുള്ള വിദ്വേഷ പ്രചാരണവുമായി നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ പോസ്റ്റ് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റിനെതിരെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് അവർക്ക് കോൺഗ്രസ് പണം ഓഫർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്, സംഘികൾക്ക് വേണ്ടി പടച്ചുണ്ടാക്കിയ പ്രചരണമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അവർ ഔദ്യോഗികമായി വാർണിംഗ് കൊടുത്തു. അതാണ് ഇത്. ഈ സ്റ്റേറ്റ്മെന്റിലൂടെ ഞങ്ങൾ ഔദ്യോഗികമായ ലീഗൽ മുന്നറിയിപ്പ് നൽകുകയാണ് ഇത്തരം വീഡിയോ പോസ്റ്റ് ചെയ്തവർക്കെതിരെ. ഈ വീഡിയോകളും അതിന്റെ ലിങ്കുകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ നീക്കിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമപരമായ നടപടിയെടുക്കും. വ്യക്തമായി പറയുകയാണ്, മിസ്ഇൻഫർമേഷനും ആസൂത്രിതമായ പ്രൊപ്പഗാന്തകളും പടച്ചുവിട്ട വിദ്വേഷ പ്രചാരണങ്ങളും ചലഞ്ച് ചെയ്യപ്പെടാതെ പോയില്ല. പിന്നീട് സംഭവിച്ചത് എന്താണ് എന്ന് അറിയാമോ? ഇവർ എല്ലാവരും ഈ വീഡിയോകൾ ഡിലീറ്റ് ചെയ്തു. സോറി വർക്കറുടെ ഷൂനക്കികളുടെ യഥാർത്ഥ പിൻഗാമികൾ തന്നെ. കോൺഗ്രസ് ഇവർക്ക് ഓഫർ ചെയ്തതാണെങ്കിൽ, ഇവർക്ക് ഒരു നമ്പറിൽ നിന്ന് ഇങ്ങനെ വന്നതാണെങ്കിൽ അവർ ഇത് നീക്കം ചെയ്യുമോ? അത് മാത്രവുമല്ല, കോൺഗ്രസിന് പച്ചവെള്ളം വാങ്ങിക്കാൻ പോലും പണമില്ല എന്ന് രാജ്യത്തെ കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്ന കാര്യം കൂടിയാണ് എന്ന് ഓർക്കണം. ഇതിൽ പലരും ഇതിനെ തുടർന്ന് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ പരിപൂർണമായി ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഒരാളാണ് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ള നാണംകെട്ട സംഘിണി. ഇവർക്കൊക്കെ വലിയ പ്രായമുള്ളത് പോലുമല്ല, എന്നിട്ടും ഇത്തരത്തിൽ അധപതിക്കാൻ യാതൊരു മടിയുമില്ലല്ലോ എന്ന് ഓർത്തു പോവുകയാണ്. ഇതിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ, 61 പോസ്റ്റുകളാണ് അവൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന്. കുറച്ചു കഴിഞ്ഞപ്പോഴെടുത്ത സ്ക്രീൻഷോട്ടാണ് ഇത്. അതിൽ പോസ്റ്റുകളുടെ എണ്ണം 7 ആയി കുറഞ്ഞു. അതായത് കോൺഗ്രസ് പറഞ്ഞ പോസ്റ്റ് മാത്രമല്ല നീക്കം ചെയ്തത്, മറിച്ച് മോദി വിശ്വഗുരുവാണ്, സംഘികളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത വീഡിയോകൾ വരെ അവൾ ഡിലീറ്റ് ചെയ്തു. അല്പം കൂടി കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് എല്ലാ വീഡിയോകളും ഡിലീറ്റ് ചെയ്തു. 0 പോസ്റ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഈ അക്കൗണ്ട് തന്നെ ഇല്ലാതായി. എല്ലാം ഡിലീറ്റ് ചെയ്ത് ഒളിച്ചോടി. ഏതായാലും സവർക്കർ ബ്രിട്ടീഷുകാരിൽ നിന്ന് 60 രൂപ പെൻഷൻ വാങ്ങിച്ചതുപോലെ IT സെല്ലിൽ നിന്ന് കിട്ടിയ ആ തുക കൊണ്ട് ഇവൾക്ക് ഇനി ജീവിക്കാമായിരിക്കും. ഇങ്ങനെ പോസ്റ്റ് ചെയ്ത ആളുകളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചെന്ന് നോക്കിയപ്പോൾ എല്ലാം മോദിക്ക് വേണ്ടിയുള്ള പോസ്റ്റുകളാണ്. അങ്ങനെയുള്ള ചില അക്കൗണ്ടുകളും അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളും കാണുമ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാകുമല്ലോ. ഓർക്കണം, ഇതുപോലുള്ള വെറും പാഴും മരസംഖ്യകളോട് കോൺഗ്രസ് പറഞ്ഞു അത്രേ,
AI സമ്മിറ്റിനെതിരെ വീഡിയോ പോസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് 10,000ങ്ങളും ലക്ഷങ്ങളും നൽകാമെന്ന്. ഇനി കോൺഗ്രസിന് പണമുണ്ടെങ്കിൽ തന്നെ സംഘികളെ പോലെ തലച്ചോറില്ലാത്തവരല്ല എന്നുള്ളത് സംഘികൾ മറന്നുപോയി. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്?